ഡയലോഗിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് എല്ലാ മലയാളികൾക്കും സുപരിചിതനായ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ്. കഠിനാധ്വാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് വിജയത്തിൻ്റെ സോപാനത്തിൽ എത്തിച്ചേർന്ന വ്യവസായിയാണ് അദ്ദേഹം. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ സൂപ്പർവൈസറായി വർക്ക് ചെയ്ത് സ്വന്തം പിതാവിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ച് അദ്ദേഹം സ്ഥാപിച്ച V-Guard ഇന്നൊരു ബിസിനസ് എംപയറാണ്. അതിനുശേഷം അദ്ദേഹം 2000-ൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു. വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ആരംഭിച്ചു. ഈ വ്യവസായത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൂടെയും നേടിയെടുത്ത ഈ പണത്തിൻ്റെ മുഖ്യ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. യഥാർത്ഥത്തിൽ 2011-ൽ തൻ്റെ 2 കിഡ്നികളിൽ ഒന്ന് ഒരു ട്രക്ക് ഡ്രൈവർക്ക് പകുതി നൽകിക്കൊണ്ട് അദ്ദേഹം കേരളത്തെ ഞെട്ടിച്ചു. യഥാർത്ഥത്തിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന ഒരു സംരംഭം ആരംഭിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പുതിയ മാനങ്ങൾ നൽകി. ഇന്നും അദ്ദേഹം ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിചയസമ്പന്നനായ, എല്ലാ കാര്യത്തോടും പക്വതയോടുകൂടി സമീപിക്കുന്ന വ്യത്യസ്തനായ ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിനെ ഈ ഡയലോഗ് എന്ന പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ഈ കോവിഡാനന്തര ലോകം ഒരു പുതിയ ലോകമാണ്. അങ്ങേപോലുള്ള ഒരു ബിസിനസ്സിൽ വിജയിച്ച ഒരാൾ പുതിയ പ്രതിസന്ധികളെ നേരിടുന്നു. എല്ലാ ബിസിനസ്സുകാരും. ഈ COVID-19 സാമ്പത്തിക മാന്ദ്യത്തോടൊപ്പം തന്നെ ഒരു പകർച്ചവ്യാധിയും കൂടിയാണ് എത്തിയത്. താങ്കൾ എങ്ങനെയാണ് ഈ വ്യവസായ രംഗം നേരിടുന്ന പ്രതിസന്ധികളെ സമീപിക്കുന്നത്? ഞാൻ ഈ ഒരു പ്രതിസന്ധിനെ നോക്കി കാണുന്നത്, ഇത് ലോകത്തിലെ ഇത് പുതിയ സംഭവമല്ല. കാരണം ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിസന്ധികൾ പല പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധം, അതിനു മുമ്പ് ഒരു സ്പാനിഷ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ, അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും തീരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല, പിന്നെയും നിലനിൽക്കുന്നു. അപ്പോൾ തന്നെയല്ല, പല ലോകരാജ്യങ്ങളും നമ്മൾ അന്ന് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ജപ്പാൻ ഇനി തലപൊക്കില്ല, ജർമ്മനി 2ആയിട്ട് മുറിച്ചു, തലപൊക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിൽക്കും. അപ്പോൾ ഇച്ഛാശക്തി വേണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് വേണ്ടത്. കാരണം നമുക്ക് എന്തിനേയും നേരിടാൻ പറ്റും, അല്ലെങ്കിൽ ഈ കാലവും കടന്നു പോവും എന്നുള്ളൊരു വിശ്വാസം വേണം. അതുവരയ്ക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. ബിസിനസ് ഡൗൺ ആണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ മാനേജേഴ്സിനോട് പറയാറുള്ളത്, നമ്മളെക്കാളും മോശമായിട്ട് എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ ഇപ്പോൾ V-Guard തിരക്കിടില്ലാതെ ഒരു പകുതി ബിസിനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പാർക്ക് ആകെ അടഞ്ഞു കിടക്കുകയാണ്, ടോട്ടലി അടഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടും അവിടുത്തെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കൊല്ലം ലാഭം മാത്രം പോരല്ലോ, ഇടയ്ക്കൊന്ന് നഷ്ടം അനുഭവിക്കണമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഇതൊരു മാർക്കറ്റ് ഇക്കോണമിയാണ്, വിപണി സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ന് വിപണി തളർന്നു കിടക്കുകയാണ്. ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ വിപണിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശങ്ങൾ എന്താണ്? ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല, അതായത് വലിയ ഒരു മാനേജ്മെൻറ്റ് ഗുരുവൊന്നുമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാറി ചിന്തിക്കേണ്ടി വരും. മാറി ചിന്തിക്കാതെ പറ്റില്ല. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ സാധാരണക്കാരൻ്റെ ഷോപ്പുകളിലേക്ക് ആളുകൾ നേരിട്ട് വന്നിരുന്നു. ഇന്നിപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആളുകൾ ചിലപ്പോൾ നേരിട്ട് വരില്ല. അതേസമയം നേരിട്ട് വരുന്നില്ലെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും, അവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കണം എന്ന് നോക്കിയിട്ട് മറ്റു വഴികൾ, ഓൾട്ടർനേറ്റീവ് വേസ് വഴികൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ചില ബിസിനസ് നേരെയാവുന്നില്ലെങ്കിൽ വേറെ മാറി ചിന്തിക്കേണ്ടി വരും. ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി മാറി ചിന്തിച്ചത്. ഇപ്പോൾ അവരുടെ പേര് തന്നെ മാറി ITC എന്നാണ്. അതിൻ്റെ ശരിക്കും ഫുൾ ഫോം കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല. അവർക്ക് ഹോട്ടലുണ്ട്, അവർക്ക് ഇന്ന് പാക്ഡ് ഫുഡ് ഉണ്ട്, അവർക്ക് ഫാഷൻ ബിസിനസ് ഉണ്ട്, ഡ്രസ്സിലുണ്ട്, എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി, അതായത് ടൊബാക്കോ അധികം ഓടില്ല എന്ന് മനസ്സിലായി, മാറി ചിന്തിച്ചു. അതുപോലെ ചിലപ്പോൾ എല്ലാവരും മാറി ചിന്തിക്കേണ്ടി വരും. ഉദാഹരണം പറയാം, അതായത് ഇപ്പോൾ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്ക്, അതെ, അപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അവർ
മാറി ചിന്തിച്ചിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ അവർ ഒരു ഫുഡ് ഔട്ട്ലെറ്റ് തുടങ്ങി. ആ അതായത് സെൻറ്ററിൽ, അതായത് ടൗണിൽ ഒരു ഫുഡ് ഔട്ട്ലെറ്റ്. ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, അപ്പോൾ അതിനെ പറ്റിയ ആളുകളുണ്ട്, കിച്ചണുണ്ട്. ഒരു ഡെലിവറി ഔട്ട്ലെറ്റ് തുടങ്ങി. അതുകൊണ്ട് എല്ലാ നഷ്ടം പരിഹരിക്കില്ല, പക്ഷേ കുറേ പേർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ മാറി ചിന്തിക്കണം. ഈ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ വ്യത്യാസം വരികയാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയും പകർച്ചവ്യാധിയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അനിശ്ചിതത്വം ആളുകളുടെ മനസ്സിലുണ്ട്. നേരത്തെ ചെയ്യുന്നത് പോലെയല്ല, ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളിലേക്ക് ചുരുങ്ങാനുള്ളൊരു ടെൻഡൻസി, ഈ ഒരു പാറ്റേണിലുള്ളൊരു ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം അത് മനുഷ്യ സഹജമാണ്. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്ന് അലർട്ടാവും, എന്നിട്ട് അവർ ചിലവുകൾ ചുരുക്കും. അപ്പോൾ ഭാവി അനിശ്ചിതത്വമാണെന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കടമെടുത്തിട്ടെങ്കിലും ചെയ്യാമായിരുന്നു. എൻ്റെ ഭാവി, എൻ്റെ വരുമാനം അല്ലെങ്കിൽ എൻ്റെ ശമ്പളം അനിശ്ചിതത്തിലാണെങ്കിൽ കടമെടുക്കാൻ മടിക്കും, ചിലവ് ചെയ്യാൻ മടിക്കും. ഇത് മാറും. കാരണം മാറിയേ തീരുള്ളൂ. കാരണം ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മറ്റ് പണ്ടത്തെ അപേക്ഷിച്ച് പെട്ടെന്ന് ലോകത്തിലേക്ക് ഇത് വ്യാപിക്കാൻ മരുന്ന്. അതോടെ ടക്കേതിനെ ഇത് കെട്ടടങ്ങുമ്പോൾ വീണ്ടും മനുഷ്യൻ പഴയ ലെവലിലേക്ക് വരും. അതിന് സമയമെടുക്കും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ട് ഈ നിർണായകമായ സമയത്ത്. വരുമാനം നമുക്ക് ഗണ്യമായി കുറയുകയും ബിസിനസ് കുറയുകയും ചെയ്തപ്പോൾ ഒരു മുഴുവൻ ശമ്പളം കൊടുത്തില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകളെ മുഴുവൻ അവർക്കൊരു സബ്സിസ്റ്റൻസ് അലവൻസ്, ജീവിക്കാനുള്ളൊരു പണം കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിലൊരു വലിയ വെല്ലുവിളിയല്ലേ അത് യഥാർത്ഥത്തിൽ? ആ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, കാര്യം നമ്മൾ 20 ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാലും ഈ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. പല വിധത്തിലായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ ബാങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ GST ഇനത്തിലും എത്രയോ ചെറുകിടക്കാർ എത്രയോ തുക അടച്ചിട്ടുള്ളതാണ്. അതിൻ്റെ 1% തിരിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാം. എനിക്കുള്ളൊരു അനുഭവം, കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് വിജയ് ഭവ എന്ന് പറഞ്ഞ ഒരു ഡിവിഷനുണ്ട്. അതായത് ചെറുകിട സംരംഭകർക്ക് ഒരു ഉത്തേജനം നൽകാനായിട്ട് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക, അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ അതിലേകദേശം ഞങ്ങളൊരു 500ഓളം പേരായിട്ട് ഇങ്ങനെ നമ്മുടെ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഗവൺമെൻറ് ബിലോ പോവർട്ടി ലൈനിലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ കാര്യം ആര് നോക്കും? അതായത് കാര്യം ഒരു ചെറിയ കാറുണ്ട്, അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ട്, തിരക്കില്ലാത്ത വീടുണ്ട്, അപ്പോൾ ബിലോ പോവർട്ടി ലൈൻ അല്ല. അതേസമയം ഞങ്ങളുടെ കീഴിൽ 5-10 ജോലിക്കാരുണ്ട്, അവർക്ക് പകുതിയെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ? അതിന് പോലും ഇല്ല. ഈ മൊറട്ടോറിയം കഴിഞ്ഞു വരുമ്പോഴേക്കും ഈ എമൗണ്ട് മുഴുവൻ ബാങ്കിലേക്ക് കൊടുത്തില്ലെങ്കിൽ ബാങ്ക് ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് വളരെ വേഗത്തിൽ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ്. ഗവൺമെന്റുകളെ ഞാൻ നേരിട്ട് കുറ്റം പറയല്ല, അവർക്ക് പരിമിതികളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ പീരീഡിൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് ചെറുകിടക്കാരെന്ന് വാങ്ങിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അവർക്ക് വാടക പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ആ നേരത്ത് ബാങ്കിൻ്റെ മൊറട്ടോറിയം പറഞ്ഞാൽ പോരാ, ഇൻട്രസ്റ്റ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അങ്ങയെ ഈ ഡയലോഗിലേക്ക് ക്ഷണിച്ചതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങൾ. അതായത് ഒരു ബിസിനസ് സംരംഭത്തിലെ വിജയിക്കുന്ന ഒരാൾ വലിയ ആർഭാടങ്ങളൊന്നും കൂടാതെ ഒരുമാതിരി ലാളിത്യമാർന്ന ജീവിതം നയിച്ചിട്ട് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന മുഖ്യ പങ്കും ചെലവഴിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അങ്ങയുടേതായ ഒരു രീതിയുണ്ട്. അതിനെ പ്രൊഫഷണലാക്കി വളരെ ശ്രദ്ധിച്ച് ഒരു സിസ്റ്റമായിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. മഹാപ്രളയത്തിൽ അകപ്പെട്ട ഒരു നിയോജകമണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു ബെനഫിഷ്യറിയാണ്. എന്നുവെച്ചാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾ. അത്ര കൃത്യമായിട്ടാണ് താങ്കളിത് വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ പറ്റുമെങ്കിൽ ഈ സ്റ്റേജുകളിലൊന്നും വരാതിരിക്കുക, ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ആ പ്രദേശത്തൊന്നും വരാതിരിക്കുക, ഒരു ഫോട്ടോയിൽ വരാതിരിക്കുക, ഇതൊക്കെ അങ്ങ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ കരുതുന്നത് ഇതിനൊരു വലിയ മനസ്സ് വേണമെന്നാണ്. എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് അങ്ങ് ബിസിനസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങൾ പറഞ്ഞത് മുഴുവനും ശരിയല്ല. അതായത് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ അല്ല. ഞാൻ പറയും ബിസിനസ്സിൻ്റെ സമയം വന്നാൽ ഞാൻ ബിസിനസ്സുകാരൻ. അതേസമയം സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാര്യം വന്നത് എന്നോട് ചോദിക്കുകയാണ്. അതായത് ആദ്യകാലത്ത്, അതായത് തുടങ്ങിയ സമയത്ത് താങ്കൾ ഇത്രയും
എന്താണ് ഇതുമാതിരി സാമൂഹ്യ സേവനം ചെയ്തിരുന്നോ? ഇല്ല. അന്ന് എൻ്റെ പ്രധാന ലക്ഷ്യം ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരിക. പിന്നെ ഒരു സാധ്യത വന്നപ്പോൾ അതിൻ്റെ നല്ലൊരു പങ്ക് എന്തുകൊണ്ട് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതിന് കാരണം ഞാൻ പറയാറുണ്ട്, ഞാൻ ആകെക്കൂടി 1,00,000 രൂപയാണ് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നാട്ടുകാർ സന്തോഷമായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ബാധ്യതയുണ്ട് അതിൻ്റെ ഒരു ശതമാനം തിരിച്ചു കൊടുക്കാനെന്നുള്ളത്. അത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമല്ല. എത്രയോ പേര് ചെയ്യുന്നു. ഇപ്പോൾ അസീം പ്രേംജി ആയാലും ശരി, നാരായണമൂർത്തി ആയാലും ശരി, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ആയാലും ശരി, ഞാൻ പറയും ഞാൻ ചെയ്യുന്നതൊക്കെ ഒന്നുമല്ല. ഞാൻ പൊതുവായി ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങ് ഭയങ്കര ശാന്തശീലനായിട്ടുള്ള ഒരാളാണ്. പൊതുവെ വളരെ പൊളൈറ്റാണ്, വളരെ ശാന്തശീലനാണ് സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹർത്താൽ, അതുപോലെ അട്ടിമറിക്കൂലി തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ ഒരു ബിസിനസ്സുകാരും ചെയ്യാത്ത തരത്തിൽ നിർഭയമായി. എന്താണ് അത്? ആദ്യം പറഞ്ഞതിൽ വീണ്ടും വിയോജിപ്പുണ്ട്. ഞാനങ്ങനെ ശാന്ത സ്വഭാവക്കാരനാണോ എന്ന് ചോദിച്ചാൽ പൊതുവെ. പക്ഷേ ഞാൻ പറയാം, ഐ വിൽ ബി ഫെയർ, ഐ വിൽ ബി ഫേം. അതായത് ആവശ്യം വരുന്നിടത്ത് നമ്മൾ ഫേം ആവാതെ പറ്റില്ല. കാരണം ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ബിസിനസ് ഉണ്ട്. വീഗാട് മണ്ടറിലൊക്കെ ഉണ്ട്. കേരളത്തിൽ മാത്രം അടിക്കടി ഹർത്താലുകൾ, കേരളത്തിൽ മാത്രം അടിക്കടി വഴി തടഞ്ഞിട്ടുള്ള സമരങ്ങൾ, കേരളത്തിൽ മാത്രം നോക്കുകൂലി. എന്ത് പാടാ? അതിനകത്തൊരു ഇൻജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അപ്പോൾ ഒരു സ്റ്റേജ് വന്നപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് പ്രതികരിച്ചു എന്ന് മാത്രം. മനസ്സിലായി. ചരിത്രത്തിലേക്ക് അല്ല, നമുക്ക് മനുഷ്യൻ്റെ പൗര സ്വാതന്ത്ര്യം, അവകാശങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു സംഘടിത രൂപം, ഇപ്പോൾ എൻ്റെ പാർട്ടിയാകട്ടെ ഏത് പാർട്ടിയാകട്ടെ, ഞാൻ അങ്ങയുടെ ഈ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന വ്യക്തിപരമായി യോജിപ്പുള്ള ഒരാളാണ്. സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നാളെ ഒരു സംഘടിത രൂപം വന്നിട്ട്, പാർട്ടി വന്നിട്ട്, നാളെ നിങ്ങൾ ആശുപത്രിയിൽ പോകണ്ട, നിങ്ങൾ സ്കൂളിൽ പോകണ്ട, നിങ്ങൾ ബാങ്കിൽ പോകണ്ട, നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട എന്ന് പറയാൻ എന്ത് അവകാശമാണ് അവർക്കെന്നുള്ളൊരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നോക്കുകൂലിക്കെതിരായിട്ട് ഞാൻ ശക്തമായിട്ടൊന്ന് പ്രതികരിച്ചു. അപ്പോൾ ആ സമയത്ത് അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമില്ല, നോക്കുകൂലി അത് വെറുതെ ഒരു പെരുപ്പിച്ച് പറയുകയാണ്, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവസാനം നോക്കുകൂലിക്ക് എഗൻസ്റ്റ് ഒരു നിയമം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യം അംഗീകരിച്ചു. ഈ 2011 ഒരു ട്രക്ക് ഡ്രൈവർക്ക് 2 കിഡ്നികളിൽ 1 അങ്ങ് ദാനം ചെയ്തു. എന്തായിരുന്നു ആ മനസ്സ്? അപ്പോൾ അതും ഒരു അത്ര വലിയ സംഭവം ഒന്നല്ല. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കില്ലേ? കൊടുക്കാറുണ്ട്. അത് വാർത്ത വരാറില്ല. എത്രയോ പേര് അങ്ങനെ എനിക്കറിയാം, കൊടുത്തിട്ടുള്ളവരൊക്കെ അറിയാം. എന്നെ ആ സമയത്ത് ഇതേമാതിരി ഇത്തരത്തിലുള്ള ഒരു അകന്ന ബന്ധു ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അസുഖം വന്നപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. അകന്ന ബന്ധുവായതുകൊണ്ട് എന്നെ ബാധിച്ചിരുന്നില്ല അത്. പിന്നെ ആ അസുഖം മൂർച്ഛിച്ച് അവർ മരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു മാതൃക ആക്കി കഴിഞ്ഞാൽ, അതായത് ഒരു എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്ത് കാണിച്ചുകൂടാ? അതായിരുന്നു എൻ്റെ. അങ്ങനെ ചെയ്ത് കാണിച്ചാൽ അത് സമൂഹത്തിലൊരു ചലനം ഉണ്ടാക്കാൻ പറ്റും. ഒരു മാതൃക ക്രിയേറ്റ് ചെയ്താൽ കൂടുതൽ പേർക്ക് ഒരു പ്രചോദനമാവട്ടെ, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ വീണ്ടും പറയുന്നത് ഇത്ര വലിയ സംഭവം എന്നല്ല. അതൊരു വലിയ മാതൃകയാണല്ലോ, ഒരുപാട് പേരെ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കുടുംബം കൂടെ നിന്നു. അല്ലേ? കുടുംബം തീർച്ചയായിട്ടും. അല്ല, അതിന് വേറെ അവർ കൂടെ നിൽക്കാതെ വേറെ മാർഗമില്ല. കാരണം തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചു. എനിക്കിപ്പോൾ 70 വയസ്സാവാറായി. ഞാനിത് ചെയ്തത് എൻ്റെ 60ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എനിക്കൊരു സന്തോഷമുള്ളത്, എൻ്റെ ഒരു പഴയ കിഡ്നി ഉപയോഗിച്ചിട്ട് ഒരു 42 വയസ്സുകാരനായിരുന്നു അന്ന് അത് കിട്ടിയ ആൾ. അയാളിപ്പോൾ ട്രക്ക് ഡ്രൈവറായിരുന്നു. അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പഴയ സ്പെയർ പാർട്ട് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. അതൊക്കെ ഒരു രസമല്ലേ? അനുഭവ സമ്പത്ത് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ നല്ല മാതൃകയായി മാറും. നമുക്കിനി മുന്നോട്ട് നീങ്ങാൻ ഇത്തരം കൂടുതൽ മാതൃകകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അദ്ദേഹവുമായി ഈ സമയം ചെലവിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. പ്രത്യേകം നന്ദി പറയും. എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൽ പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ഓഫീസ് സന്ദർശിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി. പിന്നെ ഈ കോവിഡ് സമയമായതുകൊണ്ട് ഷെയ്ക്കൻഡ് തരുന്നില്ല. നമസ്കാരം.